രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ എനിക്ക് ചപ്പാത്തിയും മീൻകറിയാണ്. മീൻകറി ഇന്നലെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല വലിയ മീനായിരുന്നു, കണ്ണനയിലായിരുന്നു, വലിയ മീനായിരുന്നു. അപ്പോൾ അത് കറി വെച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചപ്പാത്തി ആക്കിയേക്കെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്നൊരു സംഭവമാണ്. കപ്പ വേവിച്ചാലും ചപ്പാത്തി ഉണ്ടാക്കിയാലും പെട്ടെന്ന് മീൻകറി തീരും. അപ്പോൾ അങ്ങനെ രാവിലെ ഞങ്ങൾ ചപ്പാത്തിയും മീൻകറിയും ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്. അച്ഛനാണ് ഏറ്റവും കൂടുതൽ ചപ്പാത്തിയും മീൻകറിയൊക്കെ ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്നു. കണ്ണൻ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ ട്യൂഷനൊക്കെ പോകാനായിട്ടുള്ള ഇതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവൻ വരാനായിട്ട് എത്ര നേരത്തെ അവനെ വിളിച്ചാലുണ്ടല്ലോ അവൻ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് ഒരു സമയമാകും. അങ്ങനെ കണ്ണനും കൂടെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛനെ കൊണ്ടുവിടാൻ പോയത് ഞാനാണ്. പോയിട്ടെല്ലാം വന്നു കഴിച്ച് നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വെണ്ടയുടെ തൈയൊക്കെ ഉണ്ടല്ലോ നീ എല്ലാം ഉണങ്ങിയൊക്കെ പോയി. അങ്ങനെ 2 തൈയെങ്ങാണ്ട് നേരെ ചൊവ്വേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ പോയി. എന്നാ ചെയ്യാനാ, എന്നാ പറ്റിയതാണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അതിന് ചവിട്ടി വളമൊന്നും വേണ്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. കാര്യം ഇച്ചിരിയുടെ വേരൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇടാമെന്ന് ഓർത്ത് ബാക്കിയുള്ളതിനൊക്കെ ഇട്ടേ. ഇനി അതിനൊക്കെ ഇട്ടതിൻ്റെ വളം വല്ലതും ഇങ്ങോട്ട് വന്ന് ചേർന്നാണോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ മേലെന്നേ. എന്നെയാണേലും 2 4 വെണ്ടയുടെ തൈയെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇനി 2 3 അങ്ങോട്ട് നിൽപ്പുണ്ട്. കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. പിന്നെ ചില മുളകിൻ്റെയൊക്കെ വാടുന്നുണ്ട്. അവർ കുറേ വളമൊക്കെ തന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയോ എന്നാ ഉണ്ടാക്കിയോ പറഞ്ഞു തന്നെ. എനിക്കത് ചേർക്കേണ്ട സംഭവം സത്യം പറഞ്ഞാൽ ഒട്ടും മനസ്സിലായില്ല കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഊഹം വെച്ച് എല്ലാം അങ്ങ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ വഴുതനയിൽ നിന്നൊരു വഴുതനങ്ങയൊക്കെ പറിച്ചത് ഒത്തിരി മൂത്ത് പോകുന്നതിന് അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറേ നിത്യവഴുതനങ്ങയും കോവയ്ക്കായും ഒക്കെ പറിക്കാനുണ്ടായിരുന്നു. അതെല്ലാം പറിച്ച് എല്ലാം എടുത്തതിന് ശേഷം ഓർത്ത് എല്ലാം കൂടെ ചേർത്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ മെഴുക്കോട്ട് വെച്ചപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് വഴുതനങ്ങയല്ല കേട്ടോ, നിത്യവഴുതനയും പിന്നെ നമ്മുടെ കോവയ്ക്കായും കൂടെ അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് പറിച്ച് എല്ലാം ഒന്ന് തോരൻ വെക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പം തോരൻ വെക്കാനായിട്ട് മെഴുക്കോട്ട് വെക്കാനായിട്ട് മുളകൊക്കെ ചതച്ചിട്ട് മെഴുക്കോട്ട് വെക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അത് വെക്കുന്നതൊന്നും ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ പ്രധാനപ്പെട്ടായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുടിയുടെ ഒരു ടിപ്സാണ്. ഇപ്പോൾ ചൂടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ള ഇതൊക്കെയാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ചുമ്മാ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പച്ചക്കറിയുടെയും എല്ലാം ഒന്ന് കാണിച്ചെന്നൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് നിത്യവഴുതനയുടെ തൈ. ഒരുപ്പെട്ടവർക്കൊക്കെ അറിയായിരിക്കും, ചിലർക്കൊക്കെ അറിയാൻ മേലായിരിക്കും. അറിയാൻ മേലാത്തവർക്കൊക്കെ വേണ്ടി ഒന്നുകൂടെയൊക്കെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ തൈയൊക്കെ ഒന്ന് കാണിച്ചാണ്. അപ്പം ഞാൻ വഴുതനങ്ങയും എല്ലാം ഒന്ന് അരിഞ്ഞെല്ലാം വെച്ചതിന് ശേഷം തലമുടിക്ക് വേണ്ടത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാം അരിഞ്ഞെല്ലാം വെച്ച് അപ്പോൾ കോവയ്ക്ക ഇതും കൂടെ നീളത്തിൽ അരിഞ്ഞ് വെക്കുന്നതാണ്. ഞാൻ അല്ലെങ്കിൽ കോവയ്ക്ക മെഴുക്കോട്ട് വെക്കുന്നത് റൗണ്ടിൽ അരിഞ്ഞാണ്. ഈ നിത്യവഴുതനയുടെ കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഞാൻ നീളത്തിലരിഞ്ഞ് ഇനി സവോള ഒന്നിനും ചേർക്കത്തില്ല കേട്ടോ. മുളകും ഉള്ളിയും കൂടെ ചതച്ച് ചേർക്കത്തേ ഇടും. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മുടെ തലയിൽ തേക്കാനുള്ള ഒരു ജെല്ലുണ്ടാക്കാനായിട്ട് വന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒറ്റ ചെമ്പരത്തിപ്പൂവില്ല കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലോട്ട് അന്നേരം ഓടി അവിടുത്തെ ചേച്ചി കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചോളൂ ചേച്ചി, ഇഷ്ടം പോലെ പറിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ കയ്യിൽ നിന്ന് കൊള്ളാമെന്ന് അത്രയും ചെമ്പരത്തിപ്പൂ പറിച്ചുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്ന് ഇനി നമുക്ക് ജെല്ലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. അപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ കൂടെ എന്നതൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് കൂടെ നോക്കാവേ. അതിന് മുന്നേ നമ്മൾ ഒരു 2 ഗ്ലാസ് ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ്സിന്, വലിയ സ്റ്റീൽ ഗ്ലാസ്സാണ്, വലിയ സ്റ്റീൽ ഗ്ലാസ്സിനൊരു 2 ഗ്ലാസ് വേണ്ട, 2 ഗ്ലാസ് നിറച്ച് വേണ്ട കേട്ടോ. ഒരു 1.25 ഗ്ലാസ് വെള്ളം മതി. നമുക്കിത് കുറേ കാണും കേട്ടോ. ഇത്രയും തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇല്ലേ, അതാണ് ചണവിത്തെന്ന് പറയുന്ന സാധനം. അത് ഞാൻ ചേർക്കുന്നത് ഒരു 2.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഉലുവായും ഞാൻ ഇത്രയും തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ ഞാൻ 2.5 സ്പൂൺ തന്നെ ഉലുവായി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണേ. ഇതുണ്ടോ, അത് കുതിർത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അതിൽ തിളപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഇതിനകത്തോട്ട് അതിൻ്റെ ആ ഒരു ജെല്ലെല്ലാം കൂടെ നല്ലപോലെ പെട്ടെന്ന് അങ്ങ് ഇതാകും. അല്ലെങ്കിൽ നമ്മൾ ഉലുവ ഉലുവ അറിയാമല്ലോ, നല്ല കട്ടിയിലല്ലേ ഇരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ടുണ്ടല്ലോ തലമുടിയൊക്കെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ചൂടിപ്പോൾ നല്ലപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ പെരയ്ക്കാതിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ തണുപ്പ്. വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ചൂടാണ്. ആ ചൂടിനകത്ത് നമ്മുടെ തല പെട്ടെന്ന് അങ്ങ് ചൂടാവുന്ന പോലെ തോന്നും. നമ്മളെന്തായാലും തലയിൽ എപ്പോഴും എണ്ണയൊക്കെ തേച്ച് വെച്ചാലും ഉണ്ടല്ലോ അപ്പടി അങ്ങ് ഓയിലി സ്കിൻ അങ്ങാകും. അതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇത് ഉണ്ടാക്കി എടുക്കാമെങ്കിലുണ്ടല്ലോ നമ്മുടെ തലമുടിയെ പറ്റിയാൽ തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും, മുടി വളരുകയും ചെയ്യും, താരം പോകും. പിന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും കേട്ടോ. നമുക്ക് നല്ല മുടിയെ പിടിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് മുടി ഇരിക്കും. ഇത് ദിവസവും നമുക്ക് തലയിൽ പുരട്ടാവേ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീ കുറച്ച് വെച്ച്
ഇത് കുറച്ച് നേരം നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. ഉലുവയെല്ലാം അതിനകത്ത് നല്ലപോലെ ഒന്ന് വേകണേ. എന്നാലേ ഇതിൻ്റെ ജെല്ലെല്ലാം നമുക്ക് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. നല്ല പോലെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കുകയൊന്നും ചെയ്യരുത്. ഈ ചണവത്തെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നല്ല ജെല്ല് പോലത്തെ ഒരു സംഭവമാണ്. ചിലപ്പോൾ അത് അടിയിൽ പിടിക്കും നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് നല്ലൊരു ജെല്ല് പോലെ ആകണം. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ച് നല്ലപോലെ എനിക്കൊരു 2-3 മിനിറ്റേൽ നമ്മളിത് അടുപ്പ് വെച്ച് നല്ലപോലെ അതിനകത്ത് ആ പത നല്ലപോലെ വരണം. അന്നേരം അതിൻ്റെ ജെല്ല് കറക്റ്റ് ആകുന്നത്. ഇപ്പം ഇത് ഞാൻ തീ കൂട്ടിയും കുറച്ചും എല്ലാം ഇട്ടാണ് ഇതൊന്ന് ഇതാക്കിയത്. കണ്ട് ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു ജെല്ല് പോലെ ആയിട്ടുണ്ട്. നല്ലപോലെ ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 4 മിനിറ്റോളമായി. നല്ലപോലെ നമ്മൾ അത്രയും നേരം ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ ഉണ്ടല്ലോ, ഇതിനകത്തെ മുഴുവനും ഈ ഉലുവായ്ക്കകത്തെ ആണേലും എല്ലാം അതിൻ്റെ സത്തെല്ലാം ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഈ ജെല്ലിൻ്റെ കൂടെ ഇങ്ങനെ കിട്ടിക്കോളും. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ടത് ആ ജെല്ലിൻ്റെ ഇതാണ് കേട്ടോ. നൂല് പോലെ കണ്ടോ നല്ലപോലെ തിക്കായിട്ടുള്ള ജെല്ലായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ഞാൻ ചെമ്പരത്തിപ്പൂ എല്ലാം നോക്കി എല്ലാം എടുത്ത് വെച്ചേക്കുന്നതാണ്. പുഴുവോ വല്ലതൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതുണ്ട് അതിനകത്ത് ചെമ്പരത്തിപ്പൂ നമ്മൾ ഇനി ഇങ്ങനെ ഇട്ട്, ഞാനിപ്പോൾ ഇതിനകത്ത് ഇന്നലത്തെ ചെമ്പരത്തിപ്പൂ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി ഇതായിട്ട് കുഴപ്പമില്ല, അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനകത്ത് ഇടുന്നതിന് 2-3 എണ്ണം ഇന്നലത്തെയും കൂടെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോന്നു. അപ്പം ഇതും കൂടി ഇട്ട് ഇതിനകത്ത് എടുക്കുമ്പോൾ ഇതിന് വേറൊരു കളറാവുമേ. ചെമ്പരത്തി പൂവിൻ്റെയും കൂടി ഇടുമ്പോഴത്തേക്ക് ഈ ജെല്ലിന് വേറൊരു കളറാകും. ഇത് നല്ലപോലെ ഇതിനകത്ത് കിടന്നൊന്ന് ഇതിനതും നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഈ 3 ഇത് മതി കേട്ടോ. നമ്മുടെ തലയിൽ ഈ 3 സാധനങ്ങൾ മാത്രം മതി. ഈ ചണവിത്ത് എന്നൊക്കെ പറയുന്നത് ഒരുപാട് വിലയുള്ള സാധനമൊന്നും അല്ല കേട്ടോ. അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും. നമുക്ക് കുറച്ച് കിട്ടും. ഒത്തിരി ആയിട്ട് നമ്മൾ മേടിക്കാതിരുന്നാൽ മതി. കുറച്ചായിട്ട് നമ്മൾ മേടിച്ചാൽ മതി. വലിയ വിലയൊന്നുമില്ല. ഞാനിത് ഒരു പ്രാവശ്യം മേടിച്ചത് കുറേ പ്രാവശ്യം ഓരോന്നിനായിട്ട് എടുത്തിട്ട്, കൂടുതലും ഈ ജെല്ലുണ്ടാക്കാനായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പം ഒരാഴ്ച കൂടുതലിരിക്കും ഈ ജെല്ല്. ഇതും കൂടെ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ചെമ്പരത്തിപ്പൂവും എല്ലാം ഇട്ട് നല്ലപോലെ തിളച്ചു. എന്നിട്ട് ഇത് ഞാൻ ഊറ്റിയെടുക്കുവാണേ. ഇത് നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. അന്നേരം തന്നെ തണുക്കാനായിട്ട് നിൽക്കരുത്. ചൂടോടുകൂടി തന്നെ ഇതിൽ നിന്ന് ഊറ്റിയെടുത്താലേ മുഴുവൻ ജെല്ലും നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ജെല്ലങ്ങ് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിനാണ് ചൂടോടുകൂടി തന്നെ എടുക്കണമെന്ന് പറയുന്നത്. ആറാനായിട്ട് നിൽക്കുകയും ചെയ്യരുത്. ചൂടോടുകൂടി തന്നെ ഇത് ഊറ്റിയെടുക്കണം കേട്ടോ. നല്ല പെട്ടെന്നാണ് ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് തണുപ്പടിച്ചാൽ മതി. അന്നേരം ഇതങ്ങ് തിക്കാകും ജെല്ല്. അരിപ്പയുടെ അടിയിലുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെ വടിച്ചെടുത്തേക്കാം. കണ്ടോ ആ ഒരു ജെല്ല് കണ്ടോ തിക്കാകുന്ന കണ്ടോ. ഇത് കണ്ടോ. അപ്പോൾ സ്പൂണിൽ നിന്നത് ആ ഒരു ചെറുതായിട്ട് ചൂട് കുറഞ്ഞാൽ മതി. അന്നേരം അതിൻ്റെ സ്പൂണിൽ നിന്ന് പിന്നെ വിടത്തില്ല. അതുപോലെ നമുക്കൊരു ഈ അലോവേര ജെല്ലൊക്കെ എടുക്കത്തില്ല, അതുപോലെ തിക്കായിട്ട് നമുക്ക് കിട്ടുവേ. അപ്പം നമ്മുടെ ജെല്ലൊക്കെ സെറ്റായി. ഇനി ഒന്ന് തണുത്ത് കഴിഞ്ഞ് ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ ജെല്ലൊക്കെ സെറ്റായി കേട്ടോ. ഇത് കണ്ടോ നല്ല തിക്കായിട്ട്. സ്പൂണിലൊന്നും കോരിയ കിട്ടത്തില്ല നീ. ഇത് കണ്ടോ ഇങ്ങനെ സ്പൂണിൽ കോരിയാൽ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടത്തില്ല. ഞാൻ അതിന് എന്നാ ചെയ്യുന്നതെന്ന് അറിയാവോ? ഇത് നമ്മുടെ സിറിഞ്ച്, ഇതുപോലൊരു സിറിഞ്ച് എടുക്കുവേ. ഇതുപോലൊരു സിറിഞ്ച് എടുത്തുണ്ടല്ലോ, അതിനകത്തോട്ട് ഈ ജെല്ലിങ്ങനെ ഇത് കണ്ടോ ഇതുപോലെ എടുത്ത് വെച്ച് നമുക്കത് കുറേശ്ശെ തലയിലേക്ക് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഈ ജെല്ല് നമുക്ക് ഇങ്ങനെയാണ് തേക്കാനായിട്ട് എനിക്ക് നോക്കിയിട്ട് എളുപ്പം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം തല തേക്കുന്നത് ഇങ്ങനെയാണ്.
നമ്മുടെ സ്കാൽപ്പിലാണ് തേക്കേണ്ടത് കേട്ടോ. സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേക്കാം കേട്ടോ. ഹെയർ ഓയിലും ഒക്കെ തേക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് താരം പോകാനും മുടി പൊഴിച്ചിൽ മാറാനാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്കിതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയത്. അച്ചുവിന് മുടി പെട്ടെന്ന് വളരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്കും ഞാൻ ഇത് തന്നെയാണ് തലയിൽ പറ്റുന്നത്. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം നല്ലതാണെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം നല്ലതാണ്. പക്ഷേ അത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം വേണം തലയിൽ പറ്റാനായിട്ട്. ഇത് നമുക്ക് തലയിൽ എണ്ണയൊന്നും പരട്ടണ്ട. പറ്റാതെ തന്നെ നമുക്ക് തലയിൽ പരട്ടാം. കുളിച്ചതിന് ശേഷവും പരട്ടാം, കുളിക്കുന്നതിന് മുന്നേയും പരട്ടാം. അതിന് ഒന്നും കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ ജെല്ലങ്ങ് നമ്മുടെ മുടിയായിട്ടൊക്കെ സെറ്റ് ആയിക്കോളും. അന്നേരം ഒരു നനവ് വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുടി ഉണങ്ങിക്കോളും. അങ്ങനെ നമുക്ക് പരട്ടാം. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ഞാൻ തലയിച്ചിരി എണ്ണ പരട്ടാറുണ്ട് കേട്ടോ. മുടി എപ്പോഴും കുളിക്കുന്നതിന് മുമ്പേ തലശാല എണ്ണ പരട്ടിയതിന് ശേഷമാണ് കുളിക്കുന്നത്. അപ്പോൾ അങ്ങനെ എണ്ണ പരട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ പുരട്ടിയതിന് ശേഷം നമ്മൾ സ്കാൽപ്പിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറിഞ്ച് ഉണ്ടെയുള്ള ഗുണം എന്നാ പറയുക, നമുക്കത് തേച്ച് തരേണ്ട. നമുക്ക് തന്നെത്താൻ ഇങ്ങനെ മുടിക്കകത്തോട്ട് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തലയിൽ നല്ലപോലെ ജെല്ല് നമുക്കിതാകും. എന്നിട്ട് ശരിക്കും പറ്റണം കേട്ടോ. ഒരു ഇച്ചിരിയായിട്ട് പറ്റാൻ നിൽക്കില്ല. നല്ലപോലെ തല പുരട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മുടി നല്ലപോലെ ഒന്ന് മസാജ് ഒരു മിനിറ്റെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമേ തല കഴുകാവുള്ളൂ കേട്ടോ. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞേച്ചാൽ പറ്റുന്നെങ്കിൽ, വൈകിട്ടൊക്കെ പറ്റുന്നെങ്കിൽ രാവിലെ നമ്മൾ കഴുകിക്കളഞ്ഞാൽ മതി. കുഴപ്പമൊന്നുമില്ല. കിടക്കുന്നതിന് മുമ്പ് കഴുകിക്കളയേണ്ട കാര്യമൊന്നുമില്ല. ഇത് കുളിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ പറ്റുന്നെങ്കിൽ ഒരു 20 മിനിറ്റേലും നമ്മൾ തല പറ്റതിന് ശേഷമേ കഴുകിക്കളയുള്ളൂ. എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്. മുടി പൊഴിച്ചിലാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. പിന്നെ താരനും. അപ്പം ഞാൻ കഞ്ഞിവെള്ളം ഉലുവായും ചേർത്ത് പറ്റുന്ന സമയത്ത് എനിക്ക് താരൻ നല്ലപോലെ മാറിയായിരുന്നു. അപ്പോൾ എന്നോട് ആരോ ഒരാൾ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു, ചേച്ചി താരം പോകാനുള്ള മരുന്ന് എന്നാന്ന് ചോദിച്ചത്. അപ്പോൾ താരം പോകാനായിട്ട് കഞ്ഞിവെള്ളം നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. അപ്പം തലേദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം എടുക്കുക. എടുത്തേച്ച് അതിനകത്തോട്ട് ഉലുവ അരച്ച്, ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഉലുവ അരച്ച് ചേർക്കുക. എന്നിട്ട് തലയിൽ പുരട്ടുക. തലയിൽ പുരട്ടി കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ സിറിഞ്ച് കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ കൈ കൊണ്ടൊക്കെ കോരി എടുക്കുമ്പോൾ നമ്മുടെ മേത്തുമൊക്കെ ഒരുപാട് വീഴും. നമുക്ക് പെട്ടെന്നതിനൊക്കെ ഒത്തിരി സിറിഞ്ചാകുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് സിറിഞ്ച് കൊണ്ട് ചെയ്താൽ മതി കേട്ടോ. കൈ കൊണ്ട് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എളുപ്പം ഒരു വഴിയെന്ന് മാത്രം പറഞ്ഞുള്ളൂ സിറിഞ്ച് കൊണ്ടുള്ള പരിപാടി. അപ്പം അങ്ങനെ നമ്മൾ തലയിൽ പറ്റുക. അതും ഇതുപോലെ. അത് പക്ഷേ തല എണ്ണ തേച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ മുടി ഒരുമാതിരി ചളിരുന്നാര് പോലെ ഇപ്പോൾ. എന്നിട്ട് തലയിലോട്ട് പുരട്ടി കൊടുക്കുക. സ്കാൽപ്പിൽ തന്നെ പുരട്ടി കൊടുക്കുക. പറ്റിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തല കഴുകുക. അങ്ങനെ 2 ദിവസം ഒന്ന് അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെയുണ്ടല്ലോ താരം പൂർണ്ണമായിട്ട് പോകും. എനിക്ക് ഭയങ്കര താരൻ്റെ ശല്യമായിരുന്നു. അതിനനുസരിച്ച് മുടി പൊഴിച്ചിലായിരുന്നു. തലയ്ക്ക് ചൊറിച്ചിലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടും. പക്ഷേ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്കങ്ങനെ തല ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ദിവസവും ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഞാൻ തീരുമ്പം ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഒരു കുഞ്ഞ് ഇതടി ഈ ഒരു കുപ്പിക്കകത്താണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. അതിനകത്ത് തീർന്നു. അതിനകത്തോട്ട് ഇതുപോലെ ഒഴിച്ച് വെച്ചാൽ മതി. കണ്ട, അത് വീഴുമ്പോൾ തന്നെ കേട്ടോ ഒരു ജെല്ലായിട്ടാണ്, അല്ലാതെ വെള്ളം പോലെ അല്ല അതിരിക്കുന്നത്. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എനിക്ക് വർത്താനം പറയുമ്പോഴത്തേക്ക് ഒരു പേടി പോലെ, താഴെ പോകുന്നു. അത് മുഴുവൻ നമ്മൾ ഒഴിച്ചു. നല്ല തിക്കായിട്ടുള്ളൊരു ജെല്ലാണ്. ഇതൊരു ശകലം കൂടി ഇനി തണുക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ തന്നെ ഈ കളറായിരിക്കും കേട്ടോ. നമ്മളത് ചെമ്പരത്തിപ്പൂ ഇടുന്നതിൻ്റെയാണ് ഈ കളർ വരുന്നത്. ഒത്തിരി ചെമ്പരത്തിപ്പൂ ഇടുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കളർ വരും കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ മുടിയെ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് വേറെ ഒന്നിലൂടെ നമുക്ക് നമ്മുടെ മുടിയൊന്നും ചെയ്തെടുക്കാൻ ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ. അല്ലെ പിന്നെ നമ്മൾ വലിയ വില കൂടിയ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കണം. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ വിലയൊന്നുമില്ല. നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിലുള്ളവർക്ക് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ഉലുവ ആണെങ്കിലും മുടിക്ക് നല്ല തണുപ്പ് തരുന്നത്. ഈ ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തലയ്ക്കങ്ങ് ഭയങ്കര ചൂടാവുന്ന പോലെ തോന്നത്തില്ലേ, അതിനൊക്കെ നല്ലതാണ് കേട്ടോ. ഉലുവ അതിനകത്ത് നല്ല തണുപ്പ്. പക്ഷേ അതുകൊണ്ട് ജലദോഷം ഒന്നും വരത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് പക്ഷേ ഈ തണുപ്പ് ഒരുപാട് അടിച്ചാൽ മൂക്കടപ്പൊക്കെ വരുന്നതാണ്. പക്ഷേങ്കിൽ ഞാനിത് പറ്റുമ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് മുന്നേ തലയിൽ പറ്റുക, നെറുകയിൽ ഒരു ഇച്ചിരി എണ്ണ പരട്ടിയേച്ച് തലയിൽ പരട്ടുക. പറ്റിയതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ തലമുടിയൊക്കെ കഴുകുക. ചൂടൊക്കെ ഇപ്പോൾ ഈ ഉണക്കൊക്കെ ആയിട്ട് ടാങ്കിലെ വെള്ളമൊക്കെ ഇച്ചിരി ചൂടാണ്. അപ്പോൾ അങ്ങനെ കിണറ്റിൽ നിന്നൊക്കെ കോരി കഴുകുന്നവർക്കൊക്കെ നല്ല തണുപ്പായിരിക്കും. അങ്ങനെയുള്ളൊരു ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ഒത്തിരി ചൂടാക്കൽ. ആ തണുപ്പൊന്ന് മാറിയാൽ മതി വെള്ളത്തിന്. അങ്ങനെ എടുത്തേച്ച് തല കഴുകുക കേട്ടോ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളിത് പുരട്ടി 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾ പറയാൻ തുടങ്ങും റിസൾട്ട് കിട്ടിയെന്ന്. നിങ്ങളിത് സ്ഥിരമായിട്ട് തേക്കണം കേട്ടോ. അല്ലാതെ ഇന്നൊരു ദിവസം പറ്റിച്ച് പിന്നെ പുരട്ടാതിരുന്നേച്ച് 1 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയില്ല, അയ്യോ എൻ്റെ മുടി വളർന്നില്ല, അല്ലെ എൻ്റെ മുടിക്ക് താരം പോയില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. എനിക്ക് റിസൾട്ട് നല്ലപോലെ കിട്ടിയൊരു സാധനമാണിത്.
അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്, ഹെയറിനുള്ളൊരു ടിപ്സാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ കിട്ടിയെന്ന് തന്നെ പറയണേ. ഇതിന് മുന്നേ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാനത് ചേർത്ത കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാനത് ഉണ്ടെന്നും പറഞ്ഞത് പാവം എനിക്ക് രണ്ടുമൂന്നൊരു കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്നതായി പറയുന്നത്, ഇതിനകത്ത് നിങ്ങൾ ചേർക്കേണ്ടത് എന്നാന്ന് പാടില്ല. പക്ഷേ ഞാൻ അന്നേരം ഓർത്തെന്നറിയോ, ഏത് വീഡിയോ ഇട്ടാലും നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് തന്നെ മിക്കപ്പോഴും നെഗറ്റീവ് കമൻറ്റ് കേൾക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ചുമ്മാ നെഗറ്റീവ് പറയാൻ വന്നെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ശരിയാണ്, അതിനകത്ത് ചേർത്ത കാര്യങ്ങൾ എന്നാന്നുള്ളത് തിളപ്പിക്കുന്നിടം തൊട്ടേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്നൊക്കെ ചേർത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനതെല്ലാം പറഞ്ഞാണ് കാണിച്ചേക്കുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ തലമുടിയെ പറ്റി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.